ബൈബിളിലെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ അവസ്ഥ ഇതാണ്. 12 വർഷമായി രോഗിയാണ്. പല വൈദ്യന്മാരെയും കാണിച്ചു, കയ്യിലുള്ളതെല്ലാം ചെലവഴിച്ചു. സ്ഥിതി കൂടുതൽ മോശമാകുകയാണ് ചെയ്തത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് യേശുവിനെ കുറിച്ച് കേൾക്കുന്നത്. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് തൊട്ടാൽ മതി, താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ആ സ്ത്രീ വിശ്വസിച്ചു. തൊട്ടു, സൗഖ്യം പ്രാപിച്ചു. കുടുംബ പ്രശ്നങ്ങളാല്, രോഗത്താല്, കടബാധ്യതയാല് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണോ? നമുക്ക് യേശുവിലേക്ക് നോക്കാം. ഹെബ്രായരുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം തിരുവചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.